രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ അറിയിച്ച വിവരങ്ങൾ അത് ദേവസ്വം ബെഞ്ച് ഇന്ന് പരിഗണിക്കുന്നതായിരിക്കും. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും തിരിച്ചും രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് ദേവസ്വം ബോർഡ് തയ്യാറാക്കിയിട്ടുള്ള പദ്ധതിയാണ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രദീപ് ജോസഫാണ് കൊച്ചിയിൽ നിന്ന് നമ്മുടെ കൂടെയുള്ളത്. പ്രദീപ്, രാഷ്ട്രപതി എത്തുകയാണ്. പല കാര്യങ്ങളും എങ്ങനെയാണ് ഈ യാത്ര അവിടേക്ക് എത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയുള്ള തീരുമാനം അത് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളായിരിക്കും ഇന്ന് കോടതിക്ക് മുന്നിലേക്ക് എത്തുക. എന്തെല്ലാം കാര്യങ്ങളാണ് ബോർഡ് ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത്? എന്തായിരിക്കും കോടതിയുടെ നിലപാട്? പൂജ 22-ാം തീയതി, അതായത് അടുത്ത ബുധനാഴ്ചയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല സന്ദർശനത്തിന് എത്തുന്നത്. സന്ദർശനത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുന്നു. SPG സംഘം ഇന്ന് ശബരിമലയിൽ സന്ദർശനം നടത്തും. അതിനുശേഷം തയ്യാറാക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും അന്തിമ ടൂർ ഡയറി അല്ലെങ്കിൽ അന്തിമ സന്ദർശന പരിപാടികൾ തീരുമാനിക്കുന്നത്. അതേസമയം രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് തയ്യാറാക്കിയിരിക്കുന്ന പ്ലാനുകൾ അല്ലെങ്കിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യങ്ങളാണ് ഇന്ന് ദേവസ്വം ബെഞ്ച് പരിഗണിക്കുക. അതായത് ഗൂർഖ വാഹനത്തിലാണ് രാഷ്ട്രപതി പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്തുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം, സാധാരണഗതിയിൽ കല്ലും മുള്ളും കാലിനെ മെത്തയാക്കി നടന്നു കയറുക എന്നുള്ളതാണ് പരമ്പരാഗത രീതി. അതല്ലെങ്കിൽ ഡോളി ഉപയോഗിക്കുന്നു. അതിൽ നിന്ന് വിഭിന്നമായി വാഹനത്തിൽ സന്നിധാനത്തേക്ക് എത്തുന്ന കാര്യം ഉൾപ്പെടെയാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ADGP MR അജിത് കുമാർ പോലീസിന്റെ ട്രാക്ടറിൽ സന്നിധാനത്ത് എത്തിയത് വലിയ വിവാദമായി മാറിയിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു VVIP സന്ദർശനത്തിന്റെ കാര്യവും എങ്ങനെയാണ് ആ സന്ദർശനം നടത്താൻ ഉദ്ദേശിക്കുന്നത്, ഏതുതരം വാഹനത്തിലാണ് എത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയിച്ചിരിക്കുന്നത്. സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാകും രാഷ്ട്രപതി പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്തുക. ദേവസ്വം ബോർഡ് കാര്യങ്ങൾ ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ആ കാര്യമാണ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. അതാണ് ദേവസ്വം ബെഞ്ച് പരിഗണിക്കാൻ പോകുന്നത്. അപ്പോൾ രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അത് അംഗീകരിച്ചു ഇല്ലയോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ നമുക്കറിയാം.